നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജ്യത്തെ മദ്രസകളിൽ പാകിസ്ഥാനിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ. സർക്കാർ ധനസഹായത്തോടെ ബീഹാറിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിലാണ് തീവ്ര ചിന്തയുള്ള മതപുസ്തകങ്ങൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. പാഠ്യപദ്ധതിയിൽ അത്തരം പുസ്തകങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ പ്രിയാങ്ക് കനുൻഗോ ആശങ്ക പ്രകടിപ്പിച്ചു. മദ്രസകളിൽ പഠിപ്പിക്കുന്ന താലിമുൽ ഇസ്ലാം തുടങ്ങിയ പുസ്തകങ്ങളിൽ ഇസ്ലാമികരല്ലാത്ത വ്യക്തികളെ കാഫിറുകൾ എന്ന് മുദ്ര കുത്തുന്നു. ഈ മദ്രസകളിൽ ഹിന്ദുക്കളായ വിദ്യാർത്ഥികളെ ചേർക്കുന്നത് സംബന്ധിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. അത്തരം വിദ്യാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ബീഹാർ സർക്കാർ മറച്ചുവെക്കുകയാണെന്നും പ്രിയങ്ക ആരോപിക്കുന്നു. യൂണിസെഫ് ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെയാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയതെന്നാണ് ബീഹാർ മദ്രസ ബോർഡ് പറയുന്നത്. എന്നാൽ കുട്ടികളുടെ സംരക്ഷണത്തിന്റെ പേരിൽ സർക്കാരുകളിൽ നിന്ന് സംഭാവനയായും ഗ്രാന്റായും ലഭിക്കുന്ന പണം ഉപയോഗിച്ച് തീവ്ര മതചിന്ത പ്രചരിപ്പിക്കുന്ന പാഠ്യപദ്ധതി സൃഷ്ടിക്കുന്നത് യൂണിസെഫിന്റെ ജോലിയല്ലെന്ന് പ്രിയാങ്ക് കനുൻഗോ പറയുന്നു. മദ്രസ ഒരു തലത്തിലും കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിനുള്ള സ്ഥലമല്ല. കുട്ടികൾ സ്കൂളിൽ പഠിക്കണം. ഹിന്ദു കുട്ടികൾ മദ്രസയിൽ ഉണ്ടാവരുത്. മദ്രസ ബോർഡ് പിരിച്ചുവിടണമെന്നും കനുൻഗോ പറയുന്നു.